പ്രതിരോധത്തിൽ വൻ കുതിപ്പിനൊരുങ്ങുന്ന ഇന്ത്യയുടെ അടുത്ത വജ്രായുധമാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സുദർശൻ ചക്ര. എന്നാൽ ഇതിന് കീഴിൽ മറ്റൊരു തന്ത്രപരമായ നീക്കത്തിനു കൂടി തയ്യാറെടുക്കുകയാണ് രാജ്യം. ബഹിരാകാശ അധിഷ്ഠിത ഇന്റർസ്പെക്ടറുകൾ വികസിപ്പിച്ചുകൊണ്ട് മിസൈൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ശത്രുവിന്റെ ബാലിസ്റ്റിക് മിസൈലിനെ അതിന്റെ ബൂസ്റ്റ് ഘട്ടത്തിൽ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനം അഥവാ ബൂസ്റ്റ് ഫേസ് ഇന്റർസെപ്ഷൻ നടത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത്. മിസൈലിന്റെ എഞ്ചിനുകൾ എപ്പോഴും വെടിയുതിർക്കുകയും അത് അന്തരീക്ഷത്തിലൂടെ കയറുകയും ചെയ്യും. വാർഹെഡ് വ്യാപനത്തിനുള്ള സാധ്യത ഇത് കുറയ്ക്കുകയാണ്. മൾട്ടി ഡൊമൈൻ ഇന്റലിജൻസ്, നിരീക്ഷണം എന്നിവയ്ക്കായുള്ള ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖലയുമായി സംയോജിപ്പിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുക. വിക്ഷേപണങ്ങൾ തത്സമയം കണ്ടെത്താനും ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കി വേണ്ട മുന്നറിയിപ്പുകൾ നൽകാനും ഈ സംവിധാനം സഹായിക്കും. വ്യോമ, കര, കടൽ, ബഹിരാകാശ മേഖലകളിൽ ഉടനീളമുള്ള സെൻസറുകളുടെ സംയോജനം ദൌത്യത്തിന് ആവശ്യമാണെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ അഭിപ്രായപ്പെട്ടു. ശത്രു വിമാനങ്ങൾ, സ്റ്റെൽത്ത് ഫൈറ്ററുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവയ്ക്കെതിരെ 150 കിലോമീറ്റർ പരിധിയുള്ള M1 മിസൈൽ 2026 പരീക്ഷിക്കാനാണ് പദ്ധതി. DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസൈൽ അധിഷ്ഠിത ലെയർ പ്രതിരോധ സംവിധാനത്തിനായി 2027 M2 മിസൈലും 2028 M3 മിസൈലും പരീക്ഷിക്കുമെന്നും ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. 2028ഓടെ പ്രൊജക്ട് കുഷയ്ക്ക് കീഴിലുള്ള ഈ 3 ദീർഘദൂര ഉപരിതല വായു മിസൈലുകളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും വികസനം പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. 2030 മുതൽ ഇവ ഉപയോഗിച്ചു തുടങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ സംവിധാനമായ DRDOയുടെ പ്രോജക്ട് കുഷയിലാണ് പ്രോഗ്രാം നിർമ്മിച്ചിരിക്കുന്നത്. 2028-29ഓടെ പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ. പ്രതിരോധത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബഹിരാകാശാധിഷ്ഠിത ഘടകം സഹായകമാണ്. 2024 ജൂലൈയിൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം ഫേസ് 2 5000 കിലോമീറ്റർ പരിധിയിലുള്ള ആണവശേഷിയുള്ള മിസൈലുകൾക്കെതിരെ എൻഡോ അറ്റ്മോസ്ഫെറിക് ഇന്റർസ്പെക്ടറുകൾ പ്രദർശിപ്പിച്ചു. ഓർബിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ബൂസ്റ്റ് ഫേസിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നത് ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ എതിരാളികളിൽ നിന്നുള്ള ഹൈപ്പർസോണിക് ദീർഘദൂര ഭീഷണികളെ ശക്തമായി ചെറുക്കാൻ പ്രാപ്തമാക്കും. വിക്ഷേപണത്തിന് തൊട്ടുപിന്നാലെ ശത്രു ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും കഴിവുള്ള ഈ സംവിധാനം പ്രതിരോധ രംഗത്ത് വൻ കുതിപ്പിന് വഴിയൊരുക്കും. ബൂസ്റ്റ് ഫേസ് ഇന്റർസെപ്ഷൻ ശേഷി വികസിപ്പിക്കുന്നതിന് നിരവധി മേഖലകളിൽ പുരോഗതി ആവശ്യമാണെന്ന് പ്രതിരോധ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതിലൊക്കെയാണ് എന്ന് നോക്കാം. കൃത്യമായ ട്രാക്കിംഗ്, മാർഗനിർദ്ദേശ സംവിധാനങ്ങളുള്ള വാഹനങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും. ആക്രമണം മുൻകൂട്ടി കാണാനും ട്രാക്ക് ചെയ്യാനും ബഹിരാകാശ അധിഷ്ഠിത സെൻസർ നെറ്റ്വർക്കുകൾ, കര, കടൽ അധിഷ്ഠിത മിസൈൽ പ്രതിരോധം തലങ്ങളിൽ സംരക്ഷണം തീർക്കും. മിഡ് കോഴ്സ് അല്ലെങ്കിൽ ടെർമിനൽ ഇന്റർസെപ്ഷനേക്കാൾ വ്യക്തമായ ഗുണങ്ങൾ ബൂസ്റ്റ് ഫേസ് ഇന്റർസെപ്ഷൻ നൽകുന്നുണ്ട്. കാരണം ഇത് വാർഹെഡുകളെ പുറത്തുവിടുന്നതിന് മുൻപ് മിസൈലുകളെ നിർവീര്യമാക്കാൻ അനുവദിക്കും. നൂതന ബാലിസ്റ്റിക് മിസൈലുകളോ ഒന്നിലധികം സ്വതന്ത്രമായി ലക്ഷ്യമിടാവുന്ന റീ എൻട്രി വാഹനങ്ങളോ ഉള്ള എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടുന്നതിൽ ഈ കഴിവ് നിർണായകമാണ്. ഈ സംവിധാനം വിജയകരമായി വികസിപ്പിച്ചെടുത്താൽ സുദർശൻ ചക്ര സംവിധാനം ഇന്ത്യയെ ബഹിരാകാശാധിഷ്ഠിത മിസൈൽ പ്രതിരോധം പര്യവേക്ഷണം ചെയ്യുന്ന അമേരിക്ക, റഷ്യ, ചൈന എന്നിവയുൾപ്പെടെയുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.